കൂടുതൽ പ്രാസംഗികരുള്ള വിഷയം സുവിശേഷമാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ 24 മണിക്കൂറും പ്രസംഗിക്കപ്പെടുന്ന വിഷയം സുവിശേഷമാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ഈ അനുഗ്രഹീത സുവിശേഷത്തിന് വക്താക്കളാകുവാൻ, ശ്രോതാക്കളാകുവാൻ ദൈവം നമുക്ക് അവസരം തന്നതിനാൽ കരമുയർ ദൈവത്തെ സ്തുതിക്കാം. പോരാ, നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ, അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ആമേൻ. യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ ഷിബു നെടുവേലിൽ, കൂട്ട ശുശ്രൂഷകന്മാരായി വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ദൈവദാസന്മാർ, നമ്മുടെ പ്രസ്ഥാനത്തിന് അനുഗ്രഹീത സാരഥ്യം വഹിക്കുന്ന ഭാരവാഹികളായ ചുമതലപ്പെട്ടവരായ ദൈവദാസന്മാർ, മുൻകാലങ്ങളിൽ ശുശ്രൂഷിച്ചിരുന്ന ദൈവഭൃത്യന്മാർ, പിതാക്കന്മാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ കൂട്ടുശുശ്രൂഷകന്മാർ, സഹോദരി സഹോദരങ്ങൾ, എല്ലാറ്റിലും ഉപരി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ 89ാമത് കൺവെൻഷനിൽ അതിഥികളായി ഇതര സഭകളിൽ നിന്ന്, സമുദായങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മാന്യ അതിഥികൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം, യേശുക്രിസ്തു നമ്മുടെ പ്രതിരോധകൻ, അല്ലെങ്കിൽ ഡിഫൻഡർ, അല്ലെങ്കിൽ നമ്മുടെ അറ്റോർണി എന്നുള്ളതിനെ കുറിച്ച് പറയുവാനാണ് എനിക്ക് വിഷയം ലഭിച്ചിരിക്കുന്നത്. അതിനാധാരമായി ഒരു വാക്യം വായിക്കട്ടെ. 1 യോഹന്നാൻ 2-ാം അധ്യായം, അതിന്റെ 1-2 വാക്യങ്ങൾ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. ഇവിടെ ആര് നിന്നാലും ദൈവമാണ് നമ്മോട് സംസാരിക്കേണ്ടത്. ഇതുവരെ നാം ദൈവത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. ഇനിയും ദൈവം നമ്മോട് ഇടപെടുവാൻ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും അറിയുന്ന ആരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. എന്നാൽ അങ്ങറിയാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. പ്രിയ കർത്താവേ, ദൈവമേ, ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. നിന്റെ ദാസന്മാർ ഈ വിഷയം നിശ്ചയിച്ചപ്പോൾ, ആ വിഷയം ഇവിടെ ഓരോ ദൈവദാസന്മാരെ ഭരമേൽപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നല്ലോ. ഇന്നു രാവിലെ ഹൃദ്യമായി, ശക്തമായി, കൃത്യമായി ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കണമേ കർത്താവേ. ഇവിടുന്ന് മടങ്ങുമ്പോൾ മറ്റെന്തിനേക്കാളും ദൈവം എന്നോട് സംസാരിച്ചു, ഇടപെട്ടു എന്നുള്ള വലിയ ബോധ്യം ഞങ്ങളെ ഭരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. നിലനിൽക്കുന്ന ഫലം തരണമേ. അങ്ങേ പ്രതികരിക്കുവാൻ അടിയനെ ശുദ്ധീകരിക്കണമേ കർത്താവേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. എന്താ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം? ലോകരാജ്യങ്ങളുടെ സമുന്നത നേതൃത്വം വഹിക്കുന്ന സംഘടനയായ UNO, ഐക്യരാഷ്ട്രസഭ, അവരോട് നമുക്ക് ചോദിക്കാം, എന്താ ഇന്നത്തെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രശ്നം? പതിറ്റാണ്ടുകളായി UNO ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ അതിപ്രധാനമായ വിഷയം രാജ്യങ്ങൾ മത്സരബുദ്ധിയുള്ള അണുവായുധമാണ്, രാസായുധമാണ്. നാം ഇവിടെ ഈ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് സമയത്തും അമേരിക്ക സിറിയയെ അറ്റാക്ക് ചെയ്യുവാൻ സർവസന്നാഹത്തോടുകൂടെ ഒരുങ്ങിയിരിക്കുകയാണ്. സിറിയ രാസായുധം പ്രയോഗിച്ചാൽ, അതും തങ്ങളുടെ സ്വന്തം പൗരന്മാർക്കെതിരെ പ്രയോഗിച്ചാൽ, തീർച്ചയായിട്ടും മിസ്റ്റർ ഒബാമ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കും. അണുവായുധ ഭീഷണി, രാസായുധ ഭീഷണി. ഇസ്രായേൽ എന്നൊരു ചെറിയ രാജ്യം ഇന്ന് ഭൂമിയുടെ മുഖത്ത് നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, അമേരിക്ക എന്ന അണുവായുധ ശക്തി നിമിത്തമാണ്. എന്നാൽ അതുപോലെ തന്നെ ഒരു ബോംബ് ഇറാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പൂർത്തീകരണം വരെ കാത്തു നിൽക്കുവാൻ ഇസ്രായേൽ ഒരു പക്ഷേ സഹിഷ്ണുത, ക്ഷമ കാണിച്ചെന്നിരിക്കുകയില്ല.
ലോകത്തെല്ലാം ഭംഗിയായി പോകുന്നു എന്ന് നമ്മൾ കരുതുമ്പോൾ രാഷ്ട്രമീമാംസകർ, രാഷ്ട്ര നേതാക്കന്മാർ അവിടങ്ങളായി തലപുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അണുവായുധം, ഈ രാസായുധം, ഇവയൊന്നും തന്നെ മനുഷ്യരാശിക്കെതിരെ ഇനിയും ഉപയോഗിക്കപ്പെടാതിരിക്കുവാൻ എന്താ മാർഗമെന്ന്. അതുകൊണ്ട് അവരോട് ചോദിക്കുക, എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പറയുവാനുള്ളത് ഇവിടുത്തെ അണുവായുധ, രാസായുധ ഭീഷണി, അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന്. അപ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിഭാഗം, WHO, ലോക ആരോഗ്യ സംഘടന, അവരോട് നമുക്ക് ചോദിക്കാം, എന്താ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം? ലോക ജനതയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അവര് പറയും, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരൊറ്റ തോക്കിന്റെയും കാഞ്ചി വലിക്കാതെ, ഒരൊറ്റ മിസൈലും പായിക്കാതെ, ഒരൊറ്റ പടയാളിക്കും ചില്ലിപ്പൈസ ശമ്പളം കൊടുക്കാതെ മനുഷ്യരാശി നശിച്ച് നാമാവശേഷമാകാൻ ഉതകുന്ന രോഗം, എയ്ഡ്സ് രോഗം, എബോള തുടങ്ങിയ രോഗങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് നിർമ്മാർജ്ജനം ചെയ്യുവാൻ, ക്യാൻസർ പോലെ മാരകമായ രോഗം നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിയാതെ ഇരിക്കുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങളാണ് എന്ന് അവർ പറയും. അവരൊക്കെ വലിയ വലിയ അന്താരാഷ്ട്ര വേദികളിലേക്ക് ആളുകളാണല്ലോ. നമുക്കിഞ്ഞു വരാൻ താഴേക്കിടയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, പാർട്ടി ഏതാണെങ്കിലും അവർ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്നവരും ജീവിക്കുന്നവരുമാണ്. അവരോട് നമുക്ക് ചോദിക്കാം, എന്താ ഇവിടുത്തെ പ്രശ്നം? ഭാരതീയന്റെ, കേരളീയന്റെ, തിരുവല്ലക്കാരന്റെ, കുമ്പനാടുകാരന്റെ പ്രശ്നം എന്താ? അവർക്ക് പാർട്ടി ഏതാണെങ്കിലും നേതാക്കന്മാർക്ക് എല്ലാവർക്കും പറയുവാനുള്ള പ്രശ്നം 3 കാര്യത്തിൽ ഒടുവിൽ ചെന്ന് നിൽക്കും. 1 റോട്ടി, 2 കപ്പട, 3 മക്കാൻ. ആഹാരം, വസ്ത്രം, പാർപ്പിടം. തൊഴിൽ രാഹിത്യം ഇവിടെ ഒരു പ്രശ്നമാ. എന്നാൽ എന്തുകൊണ്ടാ തൊഴിൽ രാഹിത്യം പ്രശ്നമായത്? തൊഴിലുണ്ടെങ്കിലേ വരുമാനമുള്ളൂ. വരുമാനം ഉണ്ടെങ്കിലേ ഒരുവന് ഭക്ഷിക്കുവാന്, വസ്ത്രം ധരിക്കുവാന്, വീട് വെക്കുവാന് നിവർത്തിയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരന്റെയും ഏത് പ്രശ്നവും ഒടുവിൽ ചെന്ന് ഈ 3 കാര്യത്തിൽ നിൽക്കും. ആഹാരം വേണം മനുഷ്യന്, വസ്ത്രം ധരിക്കുവാൻ വേണം, പാർക്കുവാൻ പാർപ്പിടം വേണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നേതാക്കന്മാരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഉടയവനായ, നമ്മുടെ സൃഷ്ടികർത്താവായ, നമ്മുടെ രചയിതാവായ ദൈവം തമ്പുരാനോട് ചോദിക്കാം, ദൈവമേ, ഞങ്ങളുടെ പ്രശ്നം എന്താ? മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മൂല കാരണമെന്താ? അടിസ്ഥാന കാരണമെന്താ? ദൈവത്തിനപ്പോൾ നമ്മോട് പറയുവാനുള്ള മറുപടി, മനുഷ്യ, നിന്റെ പ്രശ്നം അണുവായുധ ഭീഷണിയല്ല. മനുഷ്യ, നിന്റെ പ്രശ്നം എയ്ഡ്സ് രോഗമല്ല. മനുഷ്യ, നിന്റെ പ്രശ്നം വസ്ത്രമല്ല, ആഹാരമല്ല, പാർപ്പിടമല്ല. മനുഷ്യ, നിന്റെ പ്രശ്നം നീ പാപിയാണെന്നുള്ളതാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം മറ്റൊന്നുമല്ല, പാപമാണ്. ഇവിടെ എന്തിനാ പാപത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്നൊരു പക്ഷേ നമുക്ക് സന്ദേഹമുണ്ടാകാം. എന്നാൽ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന, വീണ്ടും ജനിച്ചെന്ന് പറയുന്ന, സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്നു, കാത്തിരിക്കുന്നെന്ന് പറയുന്ന എന്റെ പ്രിയ, ഞാൻ ഉൾപ്പെടെ ഉള്ള ഈ സമൂഹത്തോട്, ഈ സമൂഹത്തിന്റെ മനസാക്ഷിയോട് ഞാൻ ചോദിക്കുന്നു, നമ്മുടെ പ്രശ്നം എന്താ ദൈവമക്കളെ? ഇവിടെ ആത്മീയ ലോകത്ത് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുണ്ട്. നമുക്കത് പ്രശ്നമായിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നു, തമ്മിൽ വാദോരാതെ കുറ്റപ്പെടുത്തുന്നു. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, എന്താ ഇതിന്റെ എല്ലാം പിന്നിലെ കാരണം? ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് നമ്മൾ നല്ല പേരിട്ട് ഓമനിച്ചു വളർത്തുന്ന ആ ബലഹീനത എന്ന് പറയുന്ന സൂത്രം മറ്റൊന്നുമല്ലല്ലോ, പാപമല്ലേ? ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട്, കൂട്ടുശുശ്രൂഷന്മാരോട് ഞാൻ ചോദിക്കുക, നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ഇനി ഞാൻ ഒരു പാപവും ചെയ്യത്തില്ലെന്ന്? ഞാൻ മരിക്കുന്നതിന് മുൻപ്, എന്റെ കർത്താവിന്റെ വരവ് സംഭവിക്കുന്നതിന് മുൻപ് ഇനി ഞാൻ ഒരു പാപവും ചെയ്യത്തില്ല എന്ന് പറയുവാൻ തന്റെ ഇടമുള്ള, ആർജവമുള്ള
ഒരൊറ്റയാള് പോലും ഇവിടില്ല, ഞാൻ ഉൾപ്പെടെയില്ല, നമുക്കാർക്കും അത് ഒക്കുകയില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, അത് ലോകമനുഷ്യന്റെ ആയിക്കൊള്ളട്ടെ, ജഡീകന്റെ ആയിക്കൊള്ളട്ടെ, ഇതര മതസ്ഥന്റെ ആയിക്കൊള്ളട്ടെ, ആത്മീയരെന്ന് അഭിമാനിക്കുന്നവരുടെ ആയിക്കൊള്ളട്ടെ, ആത്മീയ നേതൃത്വം എന്ന് അവകാശപ്പെടുന്നവരുടെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ പ്രശ്നം മറ്റൊന്നുമല്ല, പാപമാണ്. എന്താണ് പാപം? പാപം മറ്റൊന്നുമല്ല, ഹമാർട്ടിയ, ഗ്രീക്ക് പദം, അതിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക, ഉന്നം പിഴയ്ക്കുക എന്നുള്ളതാണ്. ഏതുദ്ദേശത്തിനായി ദൈവം നമ്മെ ഉണ്ടാക്കിയോ ആ ഉദ്ദേശം നടപ്പിൽ വരുത്തുവാൻ കഴിയാത്ത ഏതൊരു സാഹചര്യവും നമ്മെ പാപികളാക്കുന്നു. ഒരുപക്ഷെ നാം അഭിമാനിക്കുന്നുണ്ട്, പട്ടികയിൽപ്പെട്ട പാപങ്ങളൊന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല എന്ന്. ഒരുപക്ഷെ ഞാൻ അഭിമാനിക്കുന്നുണ്ട്, നമ്മൾ അഭിമാനിക്കുന്നുണ്ട്, എന്റെ കൂട്ടു സഹോദരനെ പോലെയോ എന്റെ കൂട്ടു ശുശ്രൂഷനെ പോലെയോ ഒരു സ്ഥാനത്തിന് വേണ്ടി ആർത്തി ഞാൻ കാണിക്കുന്നില്ല, അല്ലെ മത്സര ബുദ്ധിയോടെ പെരുമാറുന്നില്ല, അതിനുവേണ്ടി കുൽസിത തന്ത്രങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് ഞാൻ ജീവിക്കുന്നുവെന്ന്. എന്നാൽ തിരിച്ച് ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, പാപമെന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ഉദ്ദേശിച്ച കാര്യം, നമ്മിൽ ഓരോരുത്തരിൽ കൂടെയും ദൈവം ഉദ്ദേശിച്ച കാര്യം, അത് നടപ്പിൽ വരുത്താൻ കഴിയാത്ത ഏതൊരു സാഹചര്യവും ഏതൊരു പശ്ചാത്തലവും നമ്മെ പാപികളാക്കുന്നു. ഈ സങ്കീർണ പ്രശ്നം, ഈ അടിസ്ഥാന പ്രശ്നം, ഈ പ്രധാന പ്രശ്നം, അതിന് പരിഹാരമുണ്ട് ദൈവമക്കളെ. യേശുക്രിസ്തു നമ്മുടെ ഡിഫൻഡർ ആയത്, യേശുക്രിസ്തു നമ്മുടെ പ്രതിരോധകനായത് എങ്ങനെയാണെന്ന് കേൾക്കണമോ? ഈ അടിസ്ഥാന പ്രശ്നത്തിന്, ഈ സങ്കീർണ പ്രശ്നത്തിന്, ഈ ഗുരുതര പ്രശ്നത്തിന് എന്റെ യേശു ശാശ്വത പരിഹാരം വരുത്തി. Praise God. വായിച്ച വാക്യം ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. യോഹന്നാൻ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് വിശുദ്ധന്മാരെയാണ്. ആ വിശുദ്ധന്മാരെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവൻ പറയുകയാണ്, നമ്മുടെ പാപങ്ങൾക്ക് നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. രണ്ട് പദം ഇവിടെ ഉദ്ധരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്ന് കാര്യസ്ഥൻ, രണ്ട് പ്രായശ്ചിത്തം. യേശുക്രിസ്തു പാരക്ലീറ്റോസ്, അല്ലെങ്കിൽ യേശുക്രിസ്തു ഇവിടെ കാര്യസ്ഥനായിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഇതേ പദം നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ച് പറഞ്ഞു. ഇവിടെയും നാം വായിച്ചു യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ. എന്താണ് ഇതിന്റെ അർത്ഥം? യവന ജ്ഞാനമതസ്ഥരെ ഉദ്ദേശിച്ച് യോഹന്നാൻ ഈ ലേഖനം എഴുതുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വിധ കാഴ്ചപ്പാടാണ് ജ്ഞാനമതവാദികൾക്ക് പാപത്തെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഒന്ന്, ജഡം, നമ്മൾ വസിക്കുന്ന ശരീരം, ഇത് പാപമയമാണ്, ഇത് ഒരിക്കലും നിത്യതയ്ക്കോ സ്വർഗത്തിനോ അവകാശപ്പെടുന്നതല്ല, അവിടെ എത്തുന്നതല്ല, എത്തിക്കാൻ ഒക്കുന്നതല്ല. നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതൊരു കവറിലിട്ട് തരുമ്പോൾ ആ കവറിന് എന്തോ പ്രാധാന്യതയുണ്ട് എന്നതുപോലെ ഉള്ളൂ ഈ ശരീരം. നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ ജഡത്തിന് ഒരു വിലയും കഥയുമില്ല. ഇതിവിടെ മണ്ണോട് ചേരുന്നതാണ്. അതുകൊണ്ട് അതിനെ പ്രതി വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. അതും കൊണ്ടൊരു പാപം എന്ന് പറയുന്ന ഒരു വസ്തുത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് സംബന്ധിച്ച് ബുദ്ധിമുട്ടണ്ട, അവഗണിച്ചേര്, പാപത്തെ അവഗണിച്ചേര്. ഇതായിരുന്നു ഒരു ചിന്ത. മറ്റൊരു ചിന്ത, ജ്ഞാനമതസ്ഥർ ജ്ഞാനത്തിന് പ്രാധാന്യത കൊടുത്തതാ. ജ്ഞാനിയാകണമെന്നുണ്ടെങ്കിൽ ഏത് കാര്യത്തിന്റെ അവഗാഹം വേണം, അവഗാഹമുണ്ടെങ്കിൽ അനുഭവം ഉണ്ടാകണം അതിന്. അതുകൊണ്ട് തന്നെ പാപം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെയും അതിതീവ്ര അനുഭവത്തിന്റെ സമ്പത്ത് നമുക്കുണ്ടാകുന്നത് നമ്മുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കാൻ ഉതകുന്നതാ. നോക്കണേ എങ്ങനെയുള്ള ഒരു ചിന്തയാണെന്ന്. പാപത്തെ
അവരെ അവഗണിക്കുകയല്ല, അവർ പാപത്തെ തിരസ്കരിക്കുകയല്ല. ആ ചിന്താഗതിയിലുള്ളവർ പാപത്തെ ആവോളം ആസ്വദിക്കുക. എന്തിന്? അത് സംബന്ധിച്ചും ഒരു വിജ്ഞാനം ഉണ്ടാകുവാൻ വേണ്ടി. വിശുദ്ധിയുടെ ജ്ഞാനം വേണം, പാവനതയുടെ ജ്ഞാനം വേണം, അപ്പോൾ തന്നെ പാപത്തിന്റെയും ജ്ഞാനം വേണം. അതുകൊണ്ട് ഏതു പാപവും എത്ര തന്നെ ചെയ്താലും ഒരു കുഴപ്പവുമില്ല, അത് സംബന്ധിക്കുന്ന ജ്ഞാനം അതുകൊണ്ട് വർദ്ധിക്കും. ഇതായിരുന്നു അവരുടെ ചിന്ത. പാപത്തെ ആസ്വദിക്കുവാൻ, ആർജിക്കുവാൻ ശ്രമിക്കുന്ന യവനന്മാര്. വേറൊരു കൂട്ടരുണ്ടായിരുന്നു, അവർ പാപത്തെ തിരസ്കരിക്കുന്നവരായിരുന്നു. പാപത്തെ അവഗണിക്കുന്നവർ, പാപത്തെ തിരസ്കരിക്കുന്നവർ, പാപത്തെ അത് ആർജിക്കുവാന്, പാപം ചെയ്യുവാന് ശ്രമിക്കുന്നവര്. ഈ ചിന്തകൾക്ക് നേരെയാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതിയത്. വിശുദ്ധന്മാരിൽ ഇങ്ങനെയുള്ള, ദൈവസഭയിൽ ഇങ്ങനെയുള്ള ദുരുപദേശകന്മാര് ഇതേ ആശയം കൊണ്ടുവരുവാൻ തുടങ്ങി. പാപം വിഷയമല്ലെങ്കിൽ പിന്നെ രക്ഷകന്റെ ആവശ്യം എവിടെ നിന്ന് വരുന്നു? അപ്പോൾ പിന്നെ രക്ഷകനും അതേ നിരർത്ഥകമായി തീരുന്ന ഒരു സ്ഥിതിവിശേഷം. ഇന്ന് നോക്കണേ, നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ മതത്തിന്റെയും പഞ്ഞം, ക്ഷാമം എവിടെയാ അറിയാമോ? അവർക്കൊരു രക്ഷകനില്ല, അവർക്കൊരു രക്ഷകനെ വേണ്ട. ലോകത്തിലെ ഏതൊരു മതമെടുത്താലും നാം വിശ്വസിക്കുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായത് എവിടെ നിന്നാണെന്ന് അറിയാമോ? അവർക്കൊരു രക്ഷകനില്ല. അവരുടെ മത നേതാക്കന്മാര്, അവതാര പുരുഷന്മാര്, അവരെല്ലാം ആരാണെന്നറിയാമോ? മനുഷ്യർ ദൈവങ്ങളാകാൻ ശ്രമിച്ചവരാ. എന്നാൽ എന്റെ യേശു ആരാന്നറിയാമോ? ദൈവം മനുഷ്യനായി അവതരിച്ചു വന്നവനാ. യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന, യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം വേണ്ട എന്ന് പറയുന്ന ആളുകൾ ദൈവസഭയിൽ നുഴഞ്ഞു കടന്നു. ജ്ഞാനമതത്തിന്റെ, യവന ജ്ഞാനമതത്തിന്റെ വക്താക്കളായവർ ദൈവസഭയിൽ അത് കലർത്തുവാൻ ശ്രമിച്ചപ്പോൾ, പാപത്തെ പാപമെന്ന് കണ്ട് ഗൗരവത്തോട് അഭിഹരിക്കുവാൻ മനസ്സില്ലാതിരുന്നപ്പോൾ, പാപവും ഏതു വിധത്തിലും എങ്ങനെയും ആകാം എന്ന നിലയിൽ സഭ അധപ്പതിക്കാൻ തുടങ്ങിയപ്പോൾ യോഹന്നാൻ എഴുതിയതാണ് ഈ ലേഖനം. ആ ലേഖനത്തിൽ യോഹന്നാൻ പറയുക, പ്രശ്നം എത്ര ഗുരുതരമാണെങ്കിലും, പാപം അതെത്ര തന്നെ തീവ്രമാണെങ്കിലും, പാപം അതെത്ര തന്നെ അടിസ്ഥാനപരമായതാണെങ്കിലും നമുക്കൊരു കാര്യസ്ഥനുണ്ട്. അവൻ മുഖാന്തരം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം വന്നിരിക്കുകയാണ്. പ്രൈസ് ഗാഡ്. ഓ, അവിശ്വാസി ആയിക്കൊള്ളട്ടെ, പാപി ആയിക്കൊള്ളട്ടെ, അധമനായിക്കൊള്ളട്ടെ, വിശ്വാസി എന്ന് പറയുന്നവനായിക്കൊള്ളട്ടെ, ഇന്ന് രാവിലെ നീ പാപം നിമിത്തം ഭയപ്പെടേണ്ട. യേശു ക്രിസ്തു എന്ന അഡ്വക്കേറ്റ് മുഖാന്തരം നമുക്ക് നീതീകരണം വന്നിരിക്കുന്നു. മൂന്ന് കാര്യം ആ പാപത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അതുവരെയുള്ള സകല പാപത്തിനും പരിഹാരം നമുക്ക് വന്നു കഴിഞ്ഞു. യേശു ഈ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചപ്പോൾ, അത് കഴിഞ്ഞ് നമ്മൾ ഭൂമിയിലുണ്ട മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഗ്യാരണ്ടിയും ഇല്ല നമ്മൾ പാപം ചെയ്യത്തില്ല എന്നുള്ളതിന്. അനുദിന ജീവിതത്തിൽ വീഴ്ചകൾ, പാളിച്ചകൾ, പോരായ്മകൾ ഒക്കെ വരാറുണ്ട്. അറിയാതെ തന്നെ നമ്മിലുള്ള ആ ജഡം എഴുന്നേറ്റു വന്ന് നമ്മെ കൊണ്ട് പാപം ചെയ്യിക്കാറുണ്ട്. എന്താ ഇതിന് പരിഹാരം? ദൈവമക്കളെ, ഭാരപ്പെടണ്ട. ഈ ജീവിതം ജയിക്കാൻ ഒക്കുന്നതേ അല്ല എന്ന് ചിന്തിച്ച് നാം പിന്മാറിപ്പോകേണ്ട ആവശ്യമില്ല. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നുവെങ്കിൽ കരുണ ലഭിക്കും. യോഹന്നാൻ ഇതേ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കെ നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അനുദിന ജീവിതത്തിൽ നമുക്ക് എന്താ സംഭവിക്കേണ്ടത്? ഏറ്റുപറയണം, ക്ഷമയോദിക്കണം, അനുതപിക്കണം, പശ്ചാത്തപിക്കണം. അപ്പോഴെന്ത് സംഭവിക്കും? ഈ പാപത്തിന് ക്ഷമ കിട്ടും. സ്തോത്രം. ഒരു വിശുദ്ധനോടുള്ള ബന്ധത്തിൽ അനുദിന ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു? പിതാവിന്റെ വലത്തുഭാഗത്ത് ഒരു കാര്യസ്ഥൻ, ഒരു അഡ്വക്കേറ്റ്, ഒരു പാരക്ലീറ്റോസ് നിൽക്കുന്നു. ആ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നതെന്നറിയാമോ? പക്ഷപാതം കഴിക്കുന്നു. അതിലൂടെ എന്ത് സംഭവിക്കുന്നറിയാമോ? നീതീകരണം സംഭവിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മരണത്താൽ നമ്മുടെ പാപത്തിന് പരിഹാരം. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സ്വർഗോന്നതങ്ങളിലേക്ക് അവൻ കയറിപ്പോയതിനാൽ നമുക്ക് നീതീകരണം. യേശു ക്രിസ്തു ഇനി മടങ്ങി വരുന്നതിനാൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. വക്കീലന്മാരെ ഒരിക്കലും കോടതിയിൽ തങ്ങളുടെ കക്ഷിക്ക് വേണ്ടി ഇങ്ങനെ പറയാറില്ല, ദയവേത് കോടതി ക്ഷമിക്കണം,
ഞങ്ങളുടെ കക്ഷി കുറ്റം ചെയ്തു പോയി എന്ന് ഒരിക്കലും പറയത്തില്ല. ഏതൊരു വക്കീലിന്റെയും പണി എന്താണ്? കോടതിയിൽ വെച്ച് വാദിക്കുക. എന്ത്? കക്ഷി ആ കുറ്റം ചെയ്തിട്ടില്ല, എൻ്റെ കക്ഷി ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു, അദ്ദേഹം അന്നേരം ബോംബെയിലായിരുന്നു, പോയ ട്രെയിനിന്റെ ടിക്കറ്റ് ഞാൻ ഹാജരാക്കാം, അവിടെ നിന്നുള്ള സാക്ഷികളെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ കുറ്റവാളി ആണെങ്കിൽ പോലും അവനെ നീതീകരിക്കുന്ന പണിയാണ് ഒരു വക്കീലിന്റെ, ഒരു അറ്റോർണിയുടെ പണി. സ്തോത്രം. യേശു ക്രിസ്തു പിതാവിന്റെ വലഭാഗത്ത് നിന്നുകൊണ്ട് നമ്മളെ നീതീകരിക്കാൻ എങ്ങനെയാ ഒക്കുന്നത്? നമ്മൾ ചെയ്തു പോയല്ലോ തെറ്റ്, നമ്മളിൽ വന്നുപോയോ പാളിച്ച, എന്നിട്ടും യേശുവിന് എങ്ങനെ നമ്മെ നീതീകരിക്കുവാൻ കഴിയും? കാര്യം ഇത്രയേ ഉള്ളൂ. ലോകം മുഴുവൻ ഏത് കാലത്തും അംഗീകരിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥിതിയുണ്ട്. ഒരു കുറ്റത്തിന് പ്രതി ഒരിക്കൽ ശിക്ഷ അനുഭവിച്ചാൽ മതി. പ്രൈസ് ഗാഡ്. ആണിപ്പഴുതുള്ള കരം പിതാവിന്റെ നേരെ നീട്ടിയിട്ട് എന്റെ യേശു ക്രിസ്തു എന്ന അറ്റോർണി അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രതി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി പ്രതിയല്ലോ. Praise God. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഇതുവരെയുള്ള പാപം മാത്രമല്ല, ഇന്ന് ചെയ്ത പാപത്തിന്, നാളെ ചെയ്യാനിരിക്കുന്ന പാപത്തിനും പരിഹാരം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇതിൽ പരം ഒരു സംരക്ഷണം വേണോ? ഇതിൽ പരം ഒരു ഡിഫൻസ് വേണോ? ഇതിൽ പരം ഒരു പ്രതിരോധം വേണോ? ഇതിൽ പരം ഒരു ഉപരോധം വേണോ ദൈവമക്കളെ? ഹല്ലേലൂയ. ടർക്കിയിൽ ഇരിപ്പുണ്ട് പാട്രിയോട്ട് മിസൈൽസ്. എന്തിനാണെന്നറിയാമോ? സിറിയയിലേക്ക് പായിക്കാനല്ല. ഈ പാട്രിയോട്ട് മിസൈൽസിന്റെ ഉപയോഗം എന്താണെന്നറിയാമോ? ഇങ്ങോട്ട് വരാനുള്ള മിസൈൽസിനെ ആകാശത്ത് വെച്ച് തകർക്കാനുള്ളതാ പാട്രിയോട്ട്. ഡിഫൻസീവ് വെപ്പണാണ്, പ്രതിരോധിക്കുന്നതാണ്. എന്റെ യേശു ആരാന്നറിയാമോ? ഓ, കുറ്റപ്പെടുത്തുവാൻ വിരൽ ചൂണ്ടി നിൽക്കുന്ന, ഓ, നമ്മെ ദൂഷണം പറയുവാൻ, നമുക്കെതിരെ ദൂഷണം പറയുവാൻ, നമുക്കെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന ആ ദുഷ്ട പിശാചിനെതിരെ എന്റെ യേശു, ഹല്ലേലൂയ, നീതീകരണമെന്ന പാട്രിയോട്ട് മിസൈലുമായിട്ട് നിൽക്കുന്നു. ഹേ പിശാചേ, നീ എത്ര തന്നെ കുറ്റപ്പെടുത്തിയാലും, നീ എത്ര തന്നെ ആരോപണം ഉന്നയിച്ചാലും, നീ എത്ര തന്നെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ തെളിയിച്ചാലും, പ്രതി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി പ്രതി അല്ലോ. അനുഭവമുള്ളവർ കരമേർ ദൈവത്തെ സ്തുതിക്കാം. പാപക്ഷമ കിട്ടിയവർ ദൈവത്തെ സ്തുതിക്കാം. ഓ, മനസാക്ഷിയുടെ ആക്ഷേപം ഉണ്ടായിട്ട് ദൈവസന്നിധിയിൽ അനുഭവിച്ചിട്ട് ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കുമ്പനാട് കൺവെൻഷനെ കൺവെൻഷനാക്കുന്ന ഘടകം എന്താണെന്നറിയാമോ? ഈ പന്തലിന്റെ ഭംഗിയല്ല, ഇതിന് ചെലവഴിക്കപ്പെടുന്ന പണത്തിന്റെ ഭീമമായ നിലവാരമല്ല. ഈ കൺവെൻഷനെ കൺവെൻഷനാക്കുന്ന ഘടകം ഒരുമിച്ച് നമുക്ക് പറയുവാൻ ഒരു കാര്യമുണ്ട്. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ. ഹല്ലേലൂയ. സന്തോഷോട്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ നമുക്ക് അപജയം സംഭവിക്കുവാനുള്ള സാധ്യത. ഇന്നലത്തെ പാപത്തിന് യേശു ക്രൂശിൽ പരിഹാരം വരുത്തി. ഇന്നത്തെ പാപത്തിന് നീതീകരിക്കുന്ന ഒരു കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. നാളെ അവന്റെ വരവിങ്കൽ എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കും. അങ്ങനെ ഞാൻ സെക്യൂർ ആണ്, ഇൻഷുവേർഡ് ആണ്. എനിക്കൊരു ദോഷവും വരാതെ വണ്ണം എന്നെ എൻ്റെ കർത്താവ് ഡിഫൻഡ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു. പ്രൈസ് ഗാഡ്. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് അപജയം വരാൻ സാധ്യതയുള്ളൂ. ഏത് കാര്യത്തിലാണെന്നറിയാമോ? ഏത് കാര്യത്തിലാണെന്നറിയാമോ? പാപം നമുക്ക് പാപമല്ലാതെ ആയിത്തീർന്നാൽ പിന്നെ പാപത്തെക്കുറിച്ച് അനുതപിക്കാൻ നമുക്കൊരു ഹൃദയമില്ല. പാപവുമായി നാം ഇടപഴകിക്കഴിഞ്ഞാൽ, എനിക്ക് മുൻപേ ഇവിടെ ദൈവവചനം പറഞ്ഞ ദൈവദാസനും അത് തന്നെയാ പറഞ്ഞത്, നാം പാപവുമായി അങ്ങ് ഇടപഴകിക്കഴിഞ്ഞാൽ പരിചയത്താൽ ഒരു കുറ്റബോധവും ഇല്ലാതെ, ഒരുവിധ മനസാക്ഷിയുടെ ആക്ഷേപവും ഇല്ലാതെ, ഏത് കുറ്റവും ചെയ്തു കഴിഞ്ഞിട്ട് ഒരു കുറ്റബോധവും കൂടാതെ, സ്വയശോധന കൂടാതെ, ശുദ്ധീകരണം കൂടാതെ തിരുമേശയിൽ ഭാഗവാക്കാകുകയും തിരുമേശ നടത്തുകയും ചെയ്തിട്ട്, ഹല്ലേലൂയ, നഷ്ടപ്പെടുവാൻ ഒരു സാധ്യത നമുക്ക് അവശേഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശു എത്ര നമുക്ക് പ്രായശ്ചിത്തമാണെങ്കിലും, യേശു എത്ര കാര്യസ്ഥനാണെങ്കിലും, നീയും ഞാനും ഏറ്റുപറയുവാൻ, അനുതപിക്കുവാൻ, ശുദ്ധീകരണം പ്രാപിക്കാൻ സ്വയമേവ സന്നദ്ധരായില്ലെങ്കിൽ അക്കരെ കാണുകയില്ല. തിരുമേശയെ സംബന്ധിക്കുന്ന ദൈവികമായ ആലോചനയിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അത് നിമിത്തം നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നമ്മുടെ സന്ദേഹം എന്താ?
ഇത്രയ്ക്കുള്ള ദോഷങ്ങൾ ചെയ്തിട്ട് ഇവിടെ ഒരുത്തനും രോഗിയാകുന്നില്ല, ബലഹീനനാകുന്നില്ല. അവനങ്ങ് ആരോഗ്യ ദൃഢഗാത്രനായി വളരെ ജയാളിയായിട്ടങ്ങ് മുന്നേറുവാന്നല്ലോ. ഈ പുള്ളിക്കൊന്നും ഒന്നും പറ്റുന്നില്ലല്ലോ. അനന്യാസിനെ സഫീറയെ ഒക്കെ അന്നേരം തന്നെ അവിടെ വീഴിച്ച് മരണത്തിന് ഇടവരുത്തിയ പരിശുദ്ധാത്മാവ് ഇതൊന്നും കാണുന്നില്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. കേൾക്കണോ ദൈവമക്കളെ, കേൾക്കണോ ദൈവമക്കളെ? ശിക്ഷ കിട്ടണമെങ്കിൽ ദൈവമക്കളായിരിക്കണം. ഇവിടെ എന്താ ശിക്ഷ കിട്ടാത്തത്? ഇവിടെ തൂക്കിക്കൊലയ്ക്ക് വിധി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആളിനോട് ഒരിക്കലും കോടതി അവന് കൂടെ 2 ഇടിയൂടെ എന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ട് ഇടിപ്പിക്കത്തില്ല. തിരിച്ച് അവനോട് ചോദിക്കുന്നത്, നിന്റെ അഭിലാഷം എന്താ? ഫ്രൈഡ് റൈസ് ആണോ, ബിരിയാണിയാണോ, എന്തുവാ സ്പെഷ്യൽ ഐറ്റം നിനക്ക് അവസാനമായിട്ട് വേണ്ടത്? കാര്യമെന്നാ? അങ്ങ് വരാനുള്ളവനല്ല, ഇവിടേലും അനുഭവിച്ചോ. അയ്യോ, എന്റെ പ്രിയ വിശുദ്ധന്മാരെ, ശിക്ഷിക്കപ്പെടുന്നെങ്കിൽ സ്തോത്രം ചെയ്യ. നാം മക്കളാകൊണ്ട് അവൻ നമ്മെ ശിക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ മക്കളല്ല, കവലയുടന്മാരത്രേ. ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ സന്തോഷിക്ക, രോഗം വരുന്നെങ്കിൽ സന്തോഷിക്ക, ബലഹീനത വരുന്നെങ്കിൽ സന്തോഷിക്ക, ഇനി നിദ്ര പോലും പ്രാപിച്ചാലും സന്തോഷിക്ക. കാര്യമെന്താ? ആത്മാവ് വീണ്ടെടുപ്പ് നാളിൽ രക്ഷപ്പെടും. അക്കരെ കാണും, അവിടെ കാണും. ഹല്ലേലൂയ. എന്നാൽ ആത്മാവ് അവിടെ എത്താതിരിക്കത്തക്കവണ്ണം ഇന്ന് നമ്മിൽ സംക്രമിക്കുവാനിടയുള്ള ഏക ബലഹീനത എന്താണെന്നറിയാമോ? കുറ്റബോധമില്ലായ്മ. കുറ്റബോധമില്ലായ്മ, ഏറ്റുപറയുവാൻ മനസ്ഥിതിയില്ലായ്മ. പാപം എത്ര ചെയ്താലും, തെറ്റെത്ര ചെയ്താലും, വ്യാജം എത്ര പറഞ്ഞാലും ക്ഷമ ചോദിക്കുവാൻ ഒരു മനസ്ഥിതിയില്ലാത്ത, അനുതപിക്കുവാൻ ഒരു മനസ്ഥിതിയില്ലാത്ത, ഒരു തുള്ളി കണ്ണുനീര് വരാത്ത ഈ കഠിനപ്പെട്ട ഹൃദയം, അതാണ് നമ്മുടെ പ്രശ്നം. പാപമല്ല പ്രശ്നം, ഹൃദയകാഠിന്യമാണ് പ്രശ്നം. പാപമല്ല പ്രശ്നം, അനുതാപമില്ലായ്മയാണ് പ്രശ്നം. പാപമല്ല പ്രശ്നം, ഏറ്റുപറയാൻ മനസ്സില്ലാത്തതാണ് പ്രശ്നം. പാപമല്ല പ്രശ്നം, എല്ലാം ചെയ്തിട്ട് ഞെളിഞ്ഞു നടക്കുന്നതാണ് പ്രശ്നം. ഓ ശകര ബദല റസഹദിരിയ ദുരാമ പ്രതിയർത്ഥ യഗദഗന സന്ദനേ ദുദിയാ. ഓ പ്രിയ ദൈവമക്കളെ, കരയാൻ ഒരു കണ്ണ് നമുക്കുണ്ടായിരുന്നെങ്കിൽ, ഓ തല വെള്ളവും കണ്ണുനീരിന്റെ ഉറവയുമായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ഈ പ്രശ്നം പരിഹരിച്ചേനെ. ഇനിയെങ്കിലും മാറത്തടിക്കാൻ ഒരു മാറ് നമുക്കുണ്ടെങ്കിൽ, മാറത്തടിക്കാൻ ഒരു കരം നമുക്കുണ്ടെങ്കിൽ, കുത്താൻ ഒരു മുട്ട് നമുക്കുണ്ടെങ്കിൽ, വണങ്ങാൻ ഒരു ശിരസ് നമുക്കുണ്ടെങ്കിൽ, നമിക്കാൻ ഒരു ശിരസുണ്ടെങ്കിൽ, കൂപ്പുവാൻ ഒരു കൈയുണ്ടെങ്കിൽ, പറയുവാൻ ഒരു നാവുണ്ടെങ്കിൽ, ഹല്ലേലൂയ, 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 അവിടെ നാം എത്തിയിരിക്കും. ഗ്ലോറി ശഖബര ശുദ്ധരജ ലറസിയന്തരബഹ. ശുദ്ധീകരണത്തിന്റെ വ്യാപാരം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനത്താലുള്ള ശുദ്ധീകരണം, പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എത്ര നമ്മെ സംരക്ഷിച്ചാലും, യേശു എത്ര തന്നെ നമുക്ക് വേണ്ടി അറ്റോർണി ആയിട്ടുണ്ടെങ്കിലും, നമ്മുടെ ശുദ്ധീകരണത്തിന് ആധാരം ഏറ്റുപറയുവാനുള്ള മനസ്ഥിതിയാണ്, അനുതപിക്കുവാനുള്ള മനസ്ഥിതിയാണ്, കണ്ണുനീരൊഴുക്കുവാനുള്ള ഒരു ഹൃദയമാണ്. എഴുന്നേറ്റ് നിൽക്കുക ദൈവസന്നിധിയിൽ. ഗായക സംഘം കൊണ്ടെന്ന് കരുതട്ടെ, കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ ശുദ്ധനായി തീർന്നു, തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റുപറയുന്ന ഒരു മനസ്ഥിതി, അനുതപിക്കുന്ന ഒരു മനസ്ഥിതി, മെഴുകുപോലുരുകുന്ന ഒരു ഹൃദയം ഇന്ന് രാവിലെ ദൈവം നമുക്ക് സമ്മാനിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാൻ ദൈവമക്കളെ. യുവജനങ്ങളെ, യുവതി യുവാക്കളെ, ഓ നിങ്ങൾ കടന്നുപോയ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ഹൃദയം കഠിനപ്പെടുത്തേണ്ട. ഒന്ന് അനുതപിക്കുവാൻ, ഒന്ന് ഏറ്റുപറയുവാൻ, ഒന്ന് കണ്ണുനീരൊഴുക്കുവാൻ. കർത്താവേ തെറ്റിപ്പോയി, യേശുവേ തെറ്റിപ്പോയി എന്നൊന്ന് പറയുവാൻ ഒരു മനസ്സുണ്ടോ? ഇന്ന് രാവിലെ വിടുതലാണ്. ശുദ്ധ
സ്തുതി നീനക്കെന്നും ചെറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ നിന്നെ ഞാൻ ആയുസ്സിനാളല്ല നന്ദിയോടടി വണങ്ങും. നിന്നെ ഞാൻ ആയുസ്സിനാളല്ല നന്ദിയോടടി വണങ്ങും. ഓടു നിന്നെ ഘോഷിക്കൂ ഈ സിയോൻ യാത്രയിൽ. ഓർത്തു തന്നെ ഓടുന്നു വിരുദിനായി. ലഭിക്കും നിശ്ചയം ആരുടെ കൊണ്ടുപോകയില്ല. വന്നു ഞാൻ രാജത്തെയിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. അന്നു ഞാൻ രാജത്തെയിൽ നിന്നു ദൂതന്മാരുടെ മധ്യത്തിൽ. ആകെക്കാലം ഓർക്കുമ്പോൾ ഉള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളിടാനാ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമായ രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ കൂടം കണ്ടു എന്നു ഞാൻ ഘോഷിക്കും. ഫലമായി ഭാരതീയ യുഗമളായി. ഫലമായി ഭാരതീയ യുഗമളായി. ഞാൻ ശുദ്ധനായി ശുദ്ധരക്തത്താൽ പാടിടൂ. മകത്വം രക്ഷകാ സ്തുതി നീനക്കെന്നു ചെറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളല്ല നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളല്ല നന്ദിയോടടി വണങ്ങും. രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. അഞ്ചാങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. Yes, Lord. Hallelujah. രക്ഷകാ സ്തുതി നീനക്കെന്നു ചെറ്റിൽ നിന്നെ നീ വീണ്ടെടുക്കും. നിന്നെ ഞാൻ ആയുസ്സിനാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിനാളെല്ലാം നന്ദിയോടടി വണങ്ങും. ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ യോഗസുഖം തള്ളിടാനാ ഭാഗ്യം കണ്ടപ്പോൾ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടൂ. രാജൻ കൂടം കണ്ടു